പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് സൂപ്പർ താരമായ ദ ബീസ്റ്റ് ബ്രോക്ക് ലെസ്നർ സമ്മർ സ്ലാം 2025 തിരികെ വന്നപ്പോൾ എന്തുകൊണ്ട് ജോൺസിനെ എന്ന സൂപ്പർ താരത്തെ ആക്രമിച്ചു, അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. അപ്പോൾ നമുക്ക് സമ്മർ സ്ലാം 2025 രണ്ടാമത്തെ ദിവസത്തിൽ മെയിൻ ഇവൻറ്റിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതൊന്ന് ചെറുതായി റീക്യാപ്പ് ചെയ്യാം. അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ ജോൺസിന നമ്പർ 1 കണ്ടൻഡറും കിങ് ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റ് 2025 വിജയിച്ച കോഡി റോഡ്സിനെതിരെ ഒരു സ്ട്രീറ്റ് ഫൈറ്റ് മത്സരത്തിലാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തത്. അതിഗംഭീരമായിട്ടുള്ള പ്രകടനമായിരുന്നു രണ്ട് പേരുടെ ഭാഗത്തു നിന്നും കാണാൻ സാധിച്ചത്. ആര് വിജയിക്കും എന്നുള്ള ആ ഒരു ത്രില്ലിംഗ് മൊമെൻറ്റിലേക്ക് വരെ കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ഒരു മത്സരമായിരുന്നു. ജോൺസിനയുടെ കരിയറിലെ ഏറ്റവും മികച്ച മത്സരമായിരിക്കും. ജോൺസിന കളിക്കുന്ന ഏറ്റവും ദൈർഘ്യമുള്ള മത്സരങ്ങളിൽ ഒന്നായിരിക്കും ഈ ഒരു മത്സരം. കൂടാതെ WWE ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച സ്ട്രീറ്റ് ഫൈറ്റ് മത്സരം എന്ന് നമുക്കിനി നിസ്സംശയം പറയാൻ സാധിക്കുന്ന മത്സരം കൂടിയായിരിക്കും സീന വേഴ്സസ് കോഡി സമ്മർ സ്ലാം 2025 രണ്ടാമത്തെ ദിവസത്തിൽ ഇന്ന് കളിച്ച മത്സരം. അങ്ങനെ മത്സരത്തിൻ്റെ അവസാനം പിൻഫോളിലൂടെ കോഡി റോഡ്സ് ജോൺസിനെ പരാജയപ്പെടുത്തുന്നു. ജോൺസിനെ പരാജയപ്പെട്ടതിന് ശേഷം പാസ് ദ ടോർച്ച് സെഗ്മെൻറ്റ് പോലെ ഇനി കമ്പനിയെ മുന്നിൽ നിന്ന് നയിക്കേണ്ടത് നീയാണ് എന്നൊക്കെ കാണിച്ചു തരുന്ന പോലെ കൈയൊക്കെ ഉയർത്തി കോഡി റോഡ്സിനെ ചാമ്പ്യനായി അംഗീകരിച്ചുകൊണ്ട് ജോൺസിനയുടെ ചില ഒരു സെലിബ്രേഷൻ കോഡിക്കൊപ്പം സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു മൊമെൻ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം കോഡി റിംഗ് വിട്ട് പോകുന്നു. ജോൺസിനെയും റിംഗ് വിട്ട് ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് സർപ്രൈസ് ആയിട്ടുള്ള ഷോക്കിംഗ് ബ്രോക്ക് ലെസ്നറുടെ ബീസ്റ്റിൻ്റെ ഹിയർ കം ദ പെയിൻ എന്ന് പറയുന്ന താരത്തിൻ്റെ ആ ഒരു മാസ് റിട്ടേൺ നമുക്ക് കാണാൻ സാധിച്ചത്. ബ്രോക്ക് റിങ്ങിൻ്റെ ചുറ്റുമൊന്ന് നടക്കാനൊന്ന് ഒരുങ്ങുന്നു. പെട്ടെന്ന് തന്നെ റിങ്ങിലേക്ക് കയറുന്നു. ബ്രോക്ക് കയറിയ ഉടനെ തന്നെ ജോൺസിനെ ആക്രമിക്കും എന്നുള്ളത് ഉറപ്പായി. ജോൺസിന് ഒരു അടി കൊടുക്കാൻ വേണ്ടി മുന്നോട്ടേക്ക് വരുന്നുണ്ടെങ്കിലും ബ്രോക്ക് ഒഴിഞ്ഞു മാറി അദ്ദേഹത്തിൻ്റെ F5 എന്ന് പറയുന്ന ഫിനിഷർ അടിച്ച് സിനയെ ആക്രമിക്കുന്നു. ഇതായിരുന്നു നമുക്ക് ക്ലൈമാക്സിൽ സമ്മർ സ്ലാം 2025 രണ്ടാമത്തെ ദിവസത്തിൽ കാണാൻ സാധിച്ചത്. അപ്പോൾ എന്തുകൊണ്ട് ബ്രോക്ക് ലെസ്നർ തിരികെ വന്ന ഉടനെ തന്നെ ജോൺസിനെ ആക്രമിച്ചു? എന്തുകൊണ്ട് കോഡി റോഡ്സിനെ ആക്രമിച്ചില്ല? കോഡി റോഡ്സ് എന്ന് പറയുന്ന ചാമ്പ്യനെ ആക്രമിക്കുന്നതല്ലേ 2023 ബ്രോക്ക് അവസാനമായിട്ട് പോകുന്ന ഒരു സമയത്തത്തെ സ്റ്റോറി വെച്ച് കണക്ട് ചെയ്യുമ്പോൾ ഒന്നും കൂടി ലോജിക്കുള്ളത് എന്നാണ് പലരും ചോദിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് വരാം. ബ്രോക്ക് ജോൺസിനെ ആക്രമിക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തേത് ട്രിപ്പിൾ എച്ച് വളരെ വ്യക്തമായി സമ്മർ സ്ലാം 2025 രണ്ടാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ജോൺസിന ആവശ്യപ്പെട്ടതാണ് ഞങ്ങൾ കൊടുക്കുന്നത് എന്നുള്ളത്. അതായത് ജോൺസിനയുടെ റിട്ടയർമെൻറ്റ് ടൂർ ഈ ഒരു വർഷം നടക്കുമ്പോൾ ജോൺസിനയ്ക്ക് ആരെയൊക്കെ നേരിടണം, അതുപോലെ തന്നെ എന്തൊക്കെ സ്റ്റോറി ലൈനിലൂടെ പോകണം എന്നുള്ളത് ട്രിപ്പിൾ എച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജോൺസിന് ആവശ്യപ്പെട്ടതാണ് ബ്രോക്കിനെതിരെയുള്ള ഒരു സ്റ്റോറി. അതായിരുന്നു ബ്രോക്കിൻ്റെ റിട്ടേണിലേക്ക് നയിച്ച വലിയ ഘടകം എന്നുള്ളത് ട്രിപ്പിൾ എച്ച് തന്നെ സമ്മതിക്കുന്നു. അപ്പോൾ ജോൺസിന് ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ബ്രോക്കിൻ്റെ റിട്ടേൺ നടന്നിട്ടുള്ളത്. ബ്രോക്കിൻ്റെ റിട്ടേൺ സമ്മർ സ്ലാമിൽ നടത്താനുള്ള കാരണം, അല്ലെങ്കിൽ ജോൺസിനെ ആക്രമിക്കാനുള്ള കാരണം, ബ്രോക്കിൻ്റെ റിട്ടേൺ ചെയ്തിട്ടുള്ള ആദ്യ സ്റ്റോറി അത് ജോൺസിനെതിരെ നടക്കണമെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കോഡി റോഡ്സിനെ ആക്രമിക്കുന്ന ഒരു മൊമെൻറ്റിലൂടെ ചിലപ്പോൾ ബ്രോക്കിൻ്റെ റിട്ടേൺ അവർക്ക് നടത്താമായിരുന്നു. പക്ഷേ ജോൺസിനെ ആവശ്യപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ബ്രോക്കിൻ്റെ റിട്ടേൺ അവർ നടത്തിയതും ജോൺസിനെ ആക്രമിക്കുന്ന ഒരു മൊമെൻറ്റിലേക്കും എത്തിയത്. രണ്ടാമത്തേത് സൂപ്പർ സീന എന്ന് പറയുന്ന ക്യാരക്ടറിലേക്ക് ജോൺസിന തിരികെ വന്നിട്ടുണ്ട്. അദ്ദേഹം എലിമിനേഷൻ ചേംബറിൽ വില്ലനായി ഇപ്പോൾ സമ്മർ സ്ലാമിന് മുൻപുള്ള ഏറ്റവും അവസാനത്തെ സ്മാക്ഡൗൺ എപ്പിസോഡ് വരെ വില്ലനായിട്ട് തന്നെ പോകുകയായിരുന്നു. അപ്പോൾ വില്ലനായി നിൽക്കുന്ന ജോൺസിന ഇപ്പോഴത്തെ ടോപ്പ് ഫേസ് ക്യാരക്ടേഴ്സായ CM പങ്ക്, റാൻഡി ഓർട്ടൺ, കോഡി റോഡ്സ് തുടങ്ങിയവർക്കെതിരെയൊക്കെ സ്റ്റോറി ചെയ്ത് ഏകദേശം അവസാനിച്ച ഒരു മട്ടിലാണുള്ളത്. അപ്പോൾ ഇനി ജോൺസിനെ ആരെ നേരിടും? സൂപ്പർ സീന എന്ന് പറയുന്ന പഴയ ഹീറോ സീനയിലേക്ക് തിരികെ വരുമ്പോൾ സൂപ്പർ സീനയ്ക്ക് എതിരെ നിൽക്കുന്ന ഒരു സൂപ്പർ വില്ലൻ വേണം. അത്തരത്തിലൊരു വില്ലൻ ആക്റ്റീവായിട്ടുള്ളത് സെത്ത് മാത്രമാണ്. സെത്താണെങ്കിൽ മണി ഇൻ ദ ബാങ്ക് ബ്രീഫ് കേസ് ക്യാഷ് ഇൻ ചെയ്ത് പുതിയ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ആയിട്ട് സമ്മർ സ്ലാമിൻ്റെ ആദ്യ ദിവസം വിജയിച്ച് നിൽക്കുന്ന ഒരു മൊമെൻറ്റിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സെത്തിൻ്റെ സ്റ്റോറി ഇനി പങ്കിനെതിരെയും മറ്റ് താരങ്ങൾക്കെതിരെയും പോകുമെന്നുള്ളത് ഉറപ്പായതുകൊണ്ടും റോമനെ പോലെയുള്ള താരങ്ങൾ ക്യൂവിൽ നിൽക്കുന്നത് കൊണ്ടും സെത്തിനെതിരെ ഒറ്റയടിക്ക് സീനയ്ക്ക് സ്റ്റോറി ചെയ്യാൻ സാധിക്കില്ല. സെത്തിനെതിരെ സ്റ്റോറി ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മാസങ്ങൾ വേണ്ടി വരും. ചിലപ്പോൾ അടുത്ത വർഷമെങ്കിൽ ഒക്കെ സീനയ്ക്ക് ആ ഒരു സ്റ്റോറി ചെയ്യാനുള്ളൊരു ടൈം കിട്ടുള്ളൂ. പക്ഷേ ഡിസംബറിൽ റിട്ടയർമെൻറ്റ് മാച്ച് കളിക്കാൻ പോകുന്ന ജോൺസിനെ സംബന്ധിച്ച് സെത്ത് എന്ന് പറയുന്ന സൂപ്പർ വില്ലനെതിരെ നിലവിൽ ഒരു സ്റ്റോറി ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അങ്ങനെയാണെങ്കിൽ ഒരു സൂപ്പർ വില്ലൻ സീനയ്ക്ക് ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ബ്രോക്കിൻ്റെ തിരിച്ചുവരവ് ജോൺസിനെതിരെ ആക്കാനുള്ള മറ്റൊരു കാരണം കൂടിയായി. സൂപ്പർ സീനയുടെ
വലിയൊരു എതിരാളിയാണ് ബീസ്റ്റ് ബ്രോക്ക് ലെസ്നർ എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ബീസ്റ്റ് ബ്രോക്ക് ലെസ്നറിൻ്റെ തിരിച്ചുവരവ് ജോൺസനെ ആക്രമിച്ച് അവർക്ക് ചെയ്തുകൂടെ? ഇതും ബ്രോക്ക് ജോൺസനെ ആക്രമിക്കുന്നതിന് ഒരു കാരണമായിട്ടുണ്ട്. അതായത് ചുരുക്കി പറഞ്ഞാൽ സൂപ്പർ സീന എന്ന് പറയുന്ന ക്യാരക്ടറിന് ഉത്തമമായിട്ടുള്ള ഒരു വില്ലനെ ആവശ്യമുണ്ട്, കൃത്യമായിട്ടുള്ള ഒരു വില്ലനെ ആവശ്യമുണ്ട്. ആ കൃത്യമായിട്ടുള്ള ഒരു വില്ലൻ്റെ പേരാണ് ബീസ്റ്റ് ബ്രോക്ക് ലെസ്നർ എന്നുള്ളത്. അതുകൊണ്ടാണ് സമ്മർ സ്ലാം 2025 രണ്ടാമത്തെ ദിവസത്ത് അവസാനിക്കുന്നത് ജോൺസനെ ബ്രോക്ക് ലെസ്നർ ആക്രമിച്ച് കാണിക്കുന്ന രീതിയിലൊക്കെ ആക്കി മാറ്റിയത്. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് ബ്രോക്ക് ജോൺസനെ ആക്രമിച്ചത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി ഇവരുടെ മത്സരം എന്നാണ് നടക്കുന്നത് എന്നായിരിക്കും നിങ്ങളുടെ മനസ്സിൽ വരുന്ന മറ്റൊരു ചോദ്യം. ക്ലാഷ് അറ്റ് പാരീസ് എന്ന് പറയുന്ന ഓഗസ്റ്റ് 31 പാരീസിൽ വെച്ച് നടക്കുന്ന അടുത്ത ഇൻ്റർനാഷണൽ പ്രീമിയം ലൈവ് ഇവൻറ്റ്, അടുത്ത സൂപ്പർ ഇവൻറ്റ്, ആ ഒരു ഇവൻറ്റിലെ മുൻപുള്ള സ്മാക്ഡൗൺ എപ്പിസോഡുകളിൽ ജോൺസന് അപ്പിയറൻസ് നടത്തുന്നുണ്ട്. ഇനി ബ്രോക്കിനെതിരെയുള്ള മത്സരത്തിന് മുൻപുള്ള ഒരു ബിൽഡപ്പിൻ്റെ ഭാഗമായിട്ടാണ് ആ ഒരു അപ്പിയറൻസ് എന്നുള്ളത് നമുക്ക് അറിയില്ല. എന്തായാലും നിലവിൽ ബ്രോക്ക് ജോൺസനെ ആക്രമിച്ചത് കൊണ്ട് തന്നെ ജോൺസന് അതിനെ അഡ്രസ്സ് ചെയ്യാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട്. ബ്രോക്കിൻ്റെ അപ്പിയറൻസ് അവിടെ നടക്കാനും സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ക്ലാഷ് അറ്റ് പാരീസ് എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിൽ ഇവരുടെ മത്സരം പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ബ്രോക്ക് തിരിച്ചുവരവിന് ശേഷമുള്ള നമുക്ക് പങ്കുവെക്കാനുള്ള ചില അപ്ഡേറ്റ്സ്. എന്തായാലും ജോൺസനെ ബ്രോക്ക് ലെസ്നർ ആക്രമിച്ചത് അത് ഒരാളും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ബ്രോക്കിൻ്റെ റിട്ടേൺ പോലും ഒരാളും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും നമ്മൾ 2 വർഷമായി കാത്തിരിക്കുന്ന ബ്രോക്കിൻ്റെ റിട്ടേൺ, അതും സർപ്രൈസ് ആക്കി തന്നെ ആളുകളെ ഞെട്ടിച്ചുകൊണ്ട് തന്നെ ട്രിപ്പിൾ എച്ച് ഇന്ന് നമുക്ക് സമ്മാനിച്ചിരിക്കുന്നു. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.